പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശത്തിൽ പ്രത്യേക അവകാശ ലംഘന നോട്ടീസിന് മറുപടി അയച്ച് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ മറുപടി കത്ത് പ്രത്യേക വിഭാഗം പരിശോധിച്ച് ഉചിതമായ നടപടിക്കായി ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിലേക്ക് അയക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അൻസില റേച്ചൽ സണ്ണി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. അൻസില, കഴിഞ്ഞ ദിവസമാണ് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലൊരു അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. അതായത് ഒരു പാർലമെന്റേറിയൻ മറ്റൊരു പാർലമെന്റേറിയനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തെളിവുകളുടെ അഭാവത്തിൽ ഉന്നയിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലൊരു നോട്ടീസ്. അതിലാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 7 നന്ദി പ്രമേയ ചർച്ചയുടെ ഇടയിലാണ് അദാനി വിഷയം കാട്ടിയപ്പോൾ പ്രധാനമന്ത്രിക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു പരാമർശമുണ്ടായത്. ഈ പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ പരാമർശങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രധാനമന്ത്രിക്കെതിരായ ആരോപണങ്ങളെല്ലാം തന്നെ തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇത്തരത്തിൽ ഒരു പാർലമെന്റേറിയൻ മറ്റൊരു പാർലമെന്റേറിയനെ നോട്ടീസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നായിരുന്നു ആ പരാതിയിൽ പ്രഹ്ലാദ് ജോഷി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് മറുപടി നൽകേണ്ടിയിരുന്ന ദിവസം ഇന്നലെ, അതായത് ഫെബ്രുവരി 15 ആയിരുന്നു ഇതിന് മറുപടി നൽകാൻ വേണ്ടി നൽകിയിരുന്ന ദിവസം. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ മറുപടി കത്തിൽ നൽകിയിരിക്കുന്ന വിഷയങ്ങൾ വളരെ അതീവ രഹസ്യമാണെങ്കിലും ആ വിഷയങ്ങൾ എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. എങ്കിലും രാഹുൽ ഗാന്ധിയോട് ആരായുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ മറുപടി അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരായ അദാനി വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കെതിരായ ഈ ആരോപണങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്നു എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. രാഹുലിന്റെ ഈ മറുപടി ലോക്സഭാ സെക്രട്ടേറിയറ്റ് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾക്കായി അയക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കമലേഷ്, വ്യക്തമാണ്. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി നൽകിയ അവകാശ ലംഘന നോട്ടീസിന് രാഹുൽ ഗാന്ധി മറുപടി നൽകിയിരിക്കുന്നു. ഇത് പരിശോധിച്ചതിന് ശേഷം മേൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അൻസില റേച്ചൽ സണ്ണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.